ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. എങ്ങനെ തോറ്റു എന്ന വിശകലനത്തിൽ തോറ്റിട്ടില്ല, നന്നായി തോറ്റിട്ടില്ല എന്ന പ്രതികരണങ്ങളാണ് CPM നേതാക്കളിൽ നിന്നും കേട്ടത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ PC വിഷ്ണുനാഥ് പാടിയ പാട്ടാണ് ഇങ്ങനെയൊരു പ്രചാരണ ഗാനം സജീവമായിരുന്നു എന്ന ചർച്ചയിലേക്ക് നയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന അകത്തെ വിലയിരുത്തലിൽ സ്വർണം കട്ടത് സഖാക്കളാണേ എന്ന വരികൾ വോട്ടർമാരിൽ ആഴത്തിൽ പതിഞ്ഞെന്ന വിലയിരുത്തലും വന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല DGPക്ക് നേരിട്ട് പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കടുത്ത നടപടി വേണമെന്ന അഭിപ്രായത്തിലാണ്. മാണിക്യമലരായ പൂവി എന്ന സിനിമാ ഗാനത്തിനെതിരെ ചില മുസ്ലിം മതസംഘടനകൾ പരാതി നൽകിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ദീർഘമായി മുഖ്യമന്ത്രി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വീണ്ടും വായിക്കപ്പെടുന്നുണ്ട്. കലയ്ക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നേരെ ഉയരുന്ന ഭീഷണികളെ വകവയ്ക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പള്ളിക്കെട്ട് ഗാനത്തിന്റെ ഇണത്തിൽ K. കരുണാകരനെ പരിഹസിച്ചിറക്കിയ ഗാനങ്ങൾ പാർട്ടി ചാനൽ ടെലികാസ്റ്റ് ചെയ്തതും പുറത്തു വന്നിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം മൂക്കിൻതുമ്പ് വരെ മാത്രമാണല്ലോ. അപ്പോൾ തോറ്റത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി ഉന്നത നേതാക്കൾ ജയിലിൽ കിടന്നതിലല്ല, അവരിപ്പോഴും പാർട്ടി നേതാക്കളായി തുടരുന്നതിലുമല്ല. പറ്റിച്ചത് പാട്ടാണ്. പാരഡി പൊള്ളിച്ചു എന്നതാണ് ചോദ്യം. ചർച്ചയിൽ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, KPCC ജനറൽ സെക്രട്ടറി M. ലിജു, മഹേഷ് പണിക്കർ ശില്പി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് ഈ ശബരിമല പാരഡി, ഇപ്പൊ പറഞ്ഞാൽ ശബരിമല പാരഡി എന്നതിനപ്പുറം ഈ പോറ്റിക്കെതിരെയുള്ള പാരഡി, അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്? തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഒരു തിരിച്ചടിയായി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല. തെരഞ്ഞെടുപ്പിൽ പന്തളം ശബരിമലയുമായി ഏറെ പ്രാധാന്യമുള്ള പിതൃസ്ഥാനീയനാണ്. അവിടെ മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചുവരവാണ് CPM നടത്തിയത്. കേരളത്തിൽ CPMന് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തോൽവി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ശബരിമല സ്ഥിതി ചെയ്യുന്ന ശബരിമല വാർഡ് BJPയിൽ നിന്ന് ഇടതുപക്ഷം പിടിച്ചെടുത്തു. ശബരിമല സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് റാന്നി പെരുന്നാട് വലിയ വിജയമാണ് LDF നേടിയത്. അപ്പോൾ ആ നിലയിൽ ശബരിമല LDFന് വലിയ തിരിച്ചടിയായി എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ഇവിടെ പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ മുഖ്യമന്ത്രിക്കോ DGPക്കോ ഒക്കെ പരാതി കൊടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അത് പ്രധാനമായും സ്വാമി അയ്യപ്പൻ്റെ പേര് അനാവശ്യമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ ആരാധനാലയങ്ങൾ, മതം, ദൈവങ്ങൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സംഘടനകൾ നൽകിയ പരാതി, ആ പരാതിയിൽ ഇത്തരം പരാമർശനങ്ങൾ മറ്റ് വേർതിരിവുകൾ ഉണ്ടാക്കാൻ ഇടയാക്കും എന്നാണ് അവർ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഒരു വർഗീയ ചേരിതിരിവിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്ന നിലയിൽ ധാരാളം അഭിപ്രായങ്ങൾ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം സംഘടനകളും വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും സ്വാമി അയ്യപ്പനെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം ആക്കാൻ പാടില്ല. ഇവിടെ EP ജയരാജൻ്റെ ക്ലിപ്പിങ്സ് മുമ്പേ നമ്മൾ കേട്ടതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനെല്ലാം അതിനോടൊപ്പമാണ് എന്ന് CPMും ഇടതു പാർട്ടികളും എത്രയോ തവണ ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു അയ്യപ്പനെ, സ്വാമി അയ്യപ്പനെ പോലെയുള്ള ആ അവതരണം തികച്ചും തെറ്റാണ്. അത് സ്വാമി അയ്യപ്പൻ്റെ കാര്യത്തിൽ മാത്രമല്ല,
അത് യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലാണെങ്കിലും മുഹമ്മദ് നബിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ദൈവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള തെറ്റായ നടപടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും. ശ്രീ രാജു എബ്രഹാം, ഇപ്പോൾ ഈ പള്ളിക്കെട്ട് ഗാനം പാരഡിയായി കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണോ? ഈ തെരഞ്ഞെടുപ്പിലാണോ അങ്ങ് ആദ്യമായി കേൾക്കുന്നത്? അങ്ങ് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ, കാരണം EP മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങ് പക്ഷേ കടുത്ത നടപടി വേണ്ടതാണ്, കാരണം ഇത് മതചിഹ്നങ്ങളും അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമമൊക്കെ ഉപയോഗിച്ചു എന്നുള്ള വേറൊരു ഗുരുതരമായ തലത്തിലേക്ക് അത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങ് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ല, കെ കരുണാകരൻ മത്സരിച്ച സന്ദർഭത്തിൽ ഈ പാരഡി വന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അന്ന് അത് സംബന്ധിച്ച് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കേണ്ടതാണ്, കൊടുക്കാനുള്ള അവകാശമുണ്ട്. അന്ന് ആരെങ്കിലും പരാതി കൊടുത്തോ നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വല്ലവരും പരാതി കൊടുക്കുന്നതിനെ കുറിച്ചല്ലോ CPM ഇക്കാര്യത്തിലുള്ള അഭിപ്രായത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ശ്രീ രാജു എബ്രഹാം, CPM ഇപ്പോൾ ഒരു വ്യക്തമായ അഭിപ്രായമുണ്ട് എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അങ്ങ് പറയുന്നത് കടുത്ത നടപടി വേണമെന്നാണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയായി ശബരിമല സ്വർണം കട്ടതിൽ അല്ലെങ്കിൽ ആ കട്ടു എന്ന കേസിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് 1.5 മാസമായി. അതിലൊരാൾ ഇപ്പോഴും അങ്ങയുടെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണല്ലോ, മുൻ MLA-യുമാണ്. അപ്പോൾ ആ നേതാക്കൾ അവിടെ തുടരുമ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ തുടരും, കുറ്റപത്രം വരട്ടെ എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ അതല്ല പ്രശ്നം, ഇപ്പോൾ ഈ പാട്ടാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, SITയുടെ അന്വേഷണം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തിക്കണം എന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട സ്മൃതി കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ശബരിമലയിൽ കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നിലവിലുള്ള 2 പാർലമെന്റ് മെമ്പർമാരുടെ ഒപ്പം നിന്നുകൊണ്ട് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ഒരു പടം ഇപ്പം വ്യാപകമായി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ അതിന്റെ അർത്ഥം കൂടെ പറയൂ. അതിന്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊള്ള ആരംഭിച്ച കാലഘട്ടം, അന്ന് എനിക്ക് തോന്നുന്നു പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോടൊപ്പമായിരുന്നു? ആ ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്ത സ്വർണം എവിടെയൊക്കെയാണ് കൊടുത്തത്? ആരൊക്കെയാണ് അതിൽ പങ്കുപറ്റിയിട്ടുള്ളത്? ഇതെല്ലാം SITയുടെ അന്വേഷണത്തിൽ വരേണ്ട കാര്യം. അല്ല, നിങ്ങളുടെ ആഗ്രഹമല്ലേ ഞാൻ ചോദിച്ചത്. നിലവിൽ കേസിൽ പ്രയാർ ഗോപാലകൃഷ്ണ കാലമല്ലല്ലോ, ഇപ്പോൾ CPM ഭരണസമിതി ഉള്ള സമയമാണ് ഇപ്പോൾ നിലവിൽ കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറയുന്ന ഈ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നത് കണ്ട പോലെ തന്നെ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രിയും ഇരുന്ന് ഗൂഢാലോചന എന്ന് പറയാവുന്ന രൂപത്തിൽ 2 പേരും മുഖത്തോട് മുഖം നോക്കി കൂടിയാലോചന നടത്തുന്ന ഒരു ചിത്രവും വന്നിട്ടുണ്ട്. അതിനും കൂടിയുള്ള ഒരു അർത്ഥം കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിജുവിലേക്ക് പോകാം. ഞങ്ങൾ അതിനെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസാക്ഷിയുടെ കോടതിയിൽ കണ്ടോളാം, ഹൈക്കോടതി കുറ്റവാളി എന്ന് മന്ത്രിമാരെ പറ്റി പറഞ്ഞപ്പോഴും ഞങ്ങളതെല്ലാം മനസാക്ഷിയുടെ കോടതിയിൽ തെളിയിച്ചോളാം എന്നല്ലല്ലോ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. കുറ്റവാളികളായി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക മാത്രമല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ് ശ്രീ രാജു എബ്രഹാം. അതാണ് ഞാൻ ചോദിച്ചത്. ഇനി അങ്ങേക്ക് പള്ളിക്കെട്ടിലെ ഒരു പുതിയതല്ല, പള്ളിക്കെട്ട് ഗാനത്തിൽ CPM ഇറക്കിയ പാരഡി കൂടി അങ്ങേക്ക് കേൾക്കാം. ഇത് കെ കരുണാകരന്റെ കാലത്തെ അല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ ഗാനം. അതൊന്ന് കേട്ടിട്ട് നമുക്ക് ലിജുവിലേക്ക് പോകാം. മലപ്പുറം വിശ്വാസത്തെ ഹനിക്കുന്നത് മാത്രമല്ല, നല്ല രാഷ്ട്രീയ ശരിയുമുണ്ട്, ഭാഷയിലെ ഒരു സംസ്കാരമൊക്കെ നമ്മൾ കണ്ടല്ലോ. ലിജു, അങ്ങേക്ക് പറയാം, ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞോളൂ. ശരി, പറയൂ. ഒറ്റ വാക്ക് പറഞ്ഞോളൂ. അല്ല, അവിടെ അയ്യപ്പന്റെ നാമധേയം ഉപയോഗിച്ചതായി കേട്ടില്ല. ശരി, അല്ല ബാക്കി ഒരു കുഴപ്പവും കണ്ടില്ല. ശരി ലിജു, നിങ്ങൾ ഈ പാരഡി ഞങ്ങൾ പാരഡിക്കെതിരല്ലോ. ശരി, പാരഡിക്കെതിരല്ല, അയ്യപ്പന്റെ പേര് പറഞ്ഞാണ് കുഴപ്പം. അയ്യപ്പന്റെ പേരിൽ സ്വർണം കണ്ടൊരു കുഴപ്പമില്ല. ശരി ലിജു, ഇപ്പോൾ ഈ പാരഡി വലിയ പ്രശ്നമായി
കാരണം അതുകൊണ്ടാണല്ലോ അകത്ത് കിടക്കുന്നത്. അതെ, അകത്ത് കിടക്കുന്നു. നിങ്ങളുടെ അകത്തുമാണല്ലോ, പാർട്ടിക്കും അകത്താണല്ലോ. നിങ്ങളുടെ സമീപനമാണ് അതിൽ വ്യക്തമാകുന്നത്. ലിജു, ഇപ്പോൾ ശരി, ഞാൻ വരാം, അങ്ങേക്ക് വരാം. ലിജു, വരാം. ലിജു, ഇപ്പോൾ ഈ പാരഡി ഇങ്ങനെ സജീവമായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് അറിയിച്ചത് PC വിഷ്ണുനാഥാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം അദ്ദേഹം ഈ പാട്ട് പാടുന്നു. പിന്നീട് MP-മാരടക്കം പാർലമെന്റിന് പുറത്ത് അത് പാടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് അത് ചർച്ചയായപ്പോൾ പാർട്ടിക്കകത്തും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുമ്പോൾ സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് എന്ന് പറയുന്നത് അത് ആഴത്തിൽ തന്നെ വോട്ടർമാരിൽ പതിഞ്ഞു എന്നൊരു വിലയിരുത്തലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പാരഡി രചിക്കാമോ? യഥാർത്ഥത്തിൽ ഈ ഒരു വിവാദം തന്നെ അനാവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പാരഡി അല്ല ആക്ഷേപഹാസ്യം, ട്രോളുകൾ, ഇതൊക്കെ തന്നെ ഒരു സജീവമായ ജനാധിപത്യത്തിലെ കാര്യങ്ങളാണ്. ഇത് പാരഡികൾ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എത്രയോ പാരഡികൾ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കെ കരുണാകരന്റെ വണ്ടിയുടെ സ്പീഡിനെ കുറിച്ച് ഈ പള്ളിക്കെട്ടിന്റെ അതേ ഈണത്തിൽ ഇറങ്ങിയ പാരഡികൾ കേരള സമൂഹത്തിലുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നില്ലെങ്കിൽ, വർഗീയ വിദ്വേഷം പടർത്തുന്നില്ലെങ്കിൽ അതൊക്കെ തന്നെ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടാവുന്നതാണ്. ഒരു പ്രശ്നമില്ല ആ കാര്യത്തിൽ. CPM എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഗാനത്തെ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് സ്മൃതി ഇറക്കുന്നത്? ഇപ്പൊ ഇവിടെ ചോദിച്ച അയ്യപ്പന്റെ പേര് പറയുന്നതാണ് കുഴപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, അല്ലേ? ഇവിടെ അയ്യപ്പന്റെ സ്വർണ്ണമല്ലേ കട്ടത്? അതല്ല, നേരത്തെ ഞാനൊരു ചർച്ചയിൽ ഞാൻ ചോദിച്ചത്, അപ്പൊ പെട്ടെന്ന് നാക്കിൽ വന്നതാണ്, ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുകയാണ്. ജോർജ് കുട്ടിയുടെ സ്വർണം കട്ടത് എന്ന് എഴുതിയാൽ മതിയോ? ഇവിടെ ഒരു സമൂഹത്തിലുണ്ടായ ഒരു വിഷയത്തിൽ ഒരു ആസ്വാദകനായിരിക്കുന്ന ഒരാൾ, GP കുഞ്ഞബ്ദുള്ള എന്നാണ് അയാളുടെ പേര്, അദ്ദേഹം ഒരു പാട്ടെഴുതി, പാരഡി ഗാനം. ശബരിമലയിലെ സ്വർണം കട്ടിട്ടുണ്ട്. സ്വാമി അയ്യപ്പന്റെ സ്വർണമാണോ അത്? അതെ. അത് മോഷ്ടിച്ചത് സഖാക്കളല്ലേ? ഇപ്പൊ നിലവിൽ പ്രോസിക്യൂഷന്റെ കേസ് പ്രകാരം ഈ മോഷണ കേസിലെ പ്രതികളായിരിക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട 2 ആളുകൾ പത്മകുമാറും വാസുവും സഖാക്കളല്ലേ? പത്മകുമാർ ഇപ്പോഴും നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? വാസു പ്രധാനപ്പെട്ട CPM അല്ലേ? ഇതല്ലേ? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ? സ്വർണം പോയത് അയ്യപ്പന്റേത്, അത് മോഷ്ടിച്ചത് സഖാക്കളാണ് എന്ന് നിലവിൽ പ്രോസിക്യൂഷന്റെ ആരോപണമുണ്ട്. അത് പത്മകുമാറും വാസുവും അതിലെ സുപ്രധാന ആളുകളാണ്. പിന്നെ സത്യം പറയുന്നതിന് എന്താണ് ശ്രീ രാജു അബ്രഹാം നിങ്ങൾ വിഷമിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്വർണം കട്ടത് ഈ സഖാക്കളാണെങ്കിൽ ആ സ്വർണം കട്ടവർക്കെതിരെ തൽക്കാലം സസ്പെൻഷനെങ്കിലും നടത്തണം. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്മിസൽ അല്ലല്ലോ, നിങ്ങൾ അന്തിമ വിധി വന്നിട്ട് പുറത്താക്കിയാൽ മതി. പക്ഷെ ഒരു സസ്പെൻഡ് പോലും ചെയ്യാതെ അയ്യപ്പന്റെ സ്വർണ്ണമോഷണ കേസിലെ ആളുകളെ ബഹുമാനിച്ച് ജയിലിലിട്ട് അവർക്ക് വേണ്ടി GP ജയരാജന്റെ ആണെന്ന് തോന്നുന്നു ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ജയിലുകളിലൂടെയാണെന്നാണ്. ആരാ നിങ്ങൾക്ക് വേണ്ടി പണ്ട് ജയിലിൽ കിടന്നവർ ആരൊക്കെയാണ്? ഇപ്പോഴത്തെ കൊടിസുരിയും കിർമാണി മനോജയൊക്കെ അങ്ങ് വിട്ടേര്. AK ഗോപാലൻ ജയിലിൽ കിടന്ന ആളാണ്. P കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, EMS സമുദ്രിപ്പാവുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു നിങ്ങളുടേതായ അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിലെ ഒരു കോസിന് വേണ്ടി, അതിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം, പക്ഷെ അവർ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നു. നിരവധി സമരസഖാക്കൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവരുമായിട്ട് ഈ സ്വർണ്ണക്കള്ളന്മാരെ ഉപമിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ളപ്പോ ജനങ്ങളത് അയ്യപ്പന്റെ സ്വർണം കട്ടത് സഖാക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് വേദനിക്കുന്നത്? സത്യമല്ലേ? സത്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡിഫമേഷൻ കേസ്, ഇപ്പൊ നമുക്കൊരു ഡിഫമേഷൻ ആണെന്ന് കരുതുക, ഒരാളൊരു കേസ് കൊടുക്കുന്നു. ഇപ്പം ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു കേസ് ഇപ്പൊ കോടതിയിലുണ്ട്, അതിന്റെ വിധി വരട്ടെ. അവിടെയും പറയുകയാണ്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു, അത് മോഷ്ടിച്ചത് സഖാക്കളാണ് എന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്താൽ ഡിഫമേഷൻ കേസിന് പ്രസക്തിയില്ല. ഇവിടെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. സ്വർണം കട്ടു, അയ്യപ്പന്റെ സ്വർണം കട്ടു, അത് മറ്റാരുടെയും സ്വർണമല്ല, ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണമാണ്. അത് മോഷ്ടിക്കപ്പെട്ടതിന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന 2 സഖാക്കളാണ്. അവർ പത്മകുമാറും വാസുവുമാണ്. അതിന്റെ പേരിൽ ഒരു ഗാനം എഴുതാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 പ്രകാരം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രകാരം ഒരു പൗരന്റെ അവകാശമാണ്. അത് പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. അതുകൊണ്ട് അതൊരു ഡിഫമേഷൻ ബാധിക്കുകയില്ല. അയ്യപ്പന്റെ സ്വർണം ആയതുകൊണ്ട് തന്നെ വസ്തുത പറഞ്ഞു എന്നതുകൊണ്ട് മതവികാരം ഇളക്കിവിടുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അയ്യപ്പന്റെ സ്വർണമാണ്, അല്ലാതെ വേറെ രാജപ്പന്റെയോ ജോർജ് കുട്ടിയുടെയോ സ്വർണം അല്ല. അതുകൊണ്ട് അയ്യപ്പൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ശരി, ഞാൻ ശില്പി മഹേഷ് പണിക്കറിലേക്ക് പോവുകയാണ്. ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് വിശ്വാസവുമായി ബന്ധപ്പെട്ട്
കൃത്യമായ അല്ലെങ്കിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. ഈ ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണോ, വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണോ? ഇത് ആക്ച്വലി ഈ ഗാനം എന്ന് പറയുന്നത് അയ്യപ്പന്റെ ഒരു സ്തുതിഗീതം. നമ്മൾ ഈ ഭക്തിഗാനം എന്ന് പറയുന്ന പോലെ ഇത് ഹരിവരാസനം പോലെ തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ എത്തിയിട്ടുള്ള, അത് മെയിനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് സഞ്ചരിക്കണം. അപ്പം ഈ കർണാടക, ആന്ധ്ര അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ ഹരിവരാസനം എങ്ങനെയാണ്, അവർക്ക് മലയാളം ഒന്നും അറിയത്തില്ല, ഇതിന്റെ അർത്ഥം അറിയത്തില്ല. പക്ഷെ അവർ കേൾക്കുന്ന ഈ ഹരിവരാസത്തിന്റെ ഈണമാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പാട്ട്. തമിഴാണത്. പക്ഷെ അവിടെയെല്ലാം ഈ കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദി ഇതിലൊക്കെ ഞാൻ പല ക്ഷേത്രങ്ങളും അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ പണികളൊക്കെ. അപ്പൊ ആ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ 41 ദിവസത്തെ വ്രതത്തിൽ എല്ലാ ദിവസവും കുറെ ഗാനങ്ങൾ ആലപിക്കും. അതിൽ മസ്റ്റായിട്ട് കാണുന്ന 2 ഗാനമാണ്, ഒന്ന് ഈ പള്ളിക്കെട്ടും, 2 ഈ ഹരിവരാസനവും. ഇപ്പൊ ഈ 2 ഗാനങ്ങളുടെ പ്രസക്തി അത്രമാത്രം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പാരഡി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു വലിയൊരു അബദ്ധമുണ്ട്. ഇവർക്ക് ഈ കന്നഡക്കാർ അവരിപ്പോ ഒറിജിനൽ ഏതാ, ഈ പാരഡി ഉണ്ടാക്കിയതാണോ ഒറിജിനൽ ഏതാണോ അവർക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരവിടെ ഈ ആരാധനയും ആരാധനയൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന ഗാനം ഇട്ടുകൊണ്ടായിരിക്കും അവർ ആരാധിക്കുന്നത്. കാര്യം അവർക്ക് ആ ടോണേ അറിയത്തുള്ളൂ. ഇതൊരു വലിയ അപകടമാണ്. ഇത് സാധനം ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കും ഈ ഗാനം. അപ്പൊ ഈ ഇത്തരം പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സാധനമല്ല ഭക്തിഗാനം. ഇതൊരു ദേവനെ സ്തുതിക്കുന്ന, അല്ലെ ദേവനെ പ്രാർത്ഥിക്കുന്ന, അല്ലെ ശരണം വിളിക്കുന്ന അങ്ങനത്തെ ഒരു വളരെ അർത്ഥതലത്തില് സൂക്ഷ്മതലത്തില് അതൊരു വിഗ്രഹാരാധനയായിട്ടും ദേവന്റെ ആരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇതെടുത്തിട്ട് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവർക്ക് കളിക്കാൻ പറ്റിയ ഒരു സാധനമല്ല. അത് നമ്മൾ ഈ ബാങ്ക് വിളിക്കുന്ന പോലൊക്കെ തന്നെയാണ് അതിന്റെ കാര്യം. ഈ ഹരിവരാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നാളെ ഹരിവരാസത്തിന് ഒരു ഇതുപോലൊരു പാരഡി എഴുതിയിട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ കാണേണ്ടി വരും. അതുപോലെ തന്നെ വളരെ ഭക്തജനങ്ങളുടെ മനസ്സിൽ അത് മറ്റ് ഭാഷയുടെ, ഇതിനകത്തെ ഭാഷയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആരും അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഒരു തെലുങ്കിനോ തമിഴിനോ ഒറിജിനൽ പള്ളിക്കെട്ടാണോ പാടുന്നത്, അതോ മലയാളത്തിൽ നമ്മൾ ഈ പാടുന്ന പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണോ പാടുന്നത് അവനറിയത്തില്ല. അവൻ അതിന്റെ അർത്ഥം അറിയത്തില്ല. അവൻ ഇതിട്ടിട്ടായിരിക്കും അവിടുത്തെ വലിയ പൂജകളൊക്കെ നടക്കുന്നത്. ഏതെങ്കിലും മലയാളി ആ സമയത്തുണ്ടെങ്കിൽ അവന്റെ ചങ്ക് തകർന്നു പോകും. കാര്യം അത് വളരെ വിഷമുള്ള കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പോറ്റിയെ കയറ്റിയോ എന്ന് പറഞ്ഞാൽ, പോറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ പേരാണ്. അതൊരു പൂജാരി വർഗത്തെ മൊത്തത്തിൽ പറയുന്ന ഒരു സാധനം. ഉണ്ണിപ്പോറ്റിയുടെ കയറ്റിയോ എന്നല്ല പറയുന്നത്, അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയോ എന്നല്ല പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 30-40 കൊല്ലം കൂടെ കാണാം. 50 വയസ്സുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം കൂടെ, 100 കൊല്ലം അദ്ദേഹം ജീവിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പാട്ടൊക്കെ നിലനിൽക്കും. അപ്പൊ സാധാരണ ഇത് കേൾക്കുന്ന, ആ കാലത്ത് കേൾക്കുന്ന ഒരാൾ എന്തായിരിക്കും വിശ്വസിക്കുന്ന, പൂജാരി കയറി പൂജ ചെയ്തു, അയ്യപ്പന്റെ സ്വർണം ചെമ്പായി. എന്താണ് അതിനകത്തെ അർത്ഥം? അത് മനസ്സിലാക്കണ്ടേ. ഇതൊക്കെ വളരെ വളരെ ക്രൂരമായ കാര്യമാണ്. അയ്യപ്പനെ തൊട്ടി കളിക്കുന്ന ഒന്നും ശരിയല്ല. അത് ആരായാലും രാഷ്ട്രീയത്തിന് അതീതമാണ്. പക്ഷേ ശ്രീ മഹേഷ് പണിക്കർ, ഇത് രാഷ്ട്രീയമായി വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ CPM-ന് തിരിച്ചടിയായ ഒരു വിഷയം കൂടിയാണ്. കോൺഗ്രസ് സ്വാഭാവികമായും, കോൺഗ്രസ് ആയാലും BJP ആയാലും ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സ്വഭാവം അറിയാമല്ലോ. ഇങ്ങനെ പാട്ടുകൾ ആരൊക്കെയോ എഴുതുന്നു, ആരൊക്കെയോ പാടുന്നു, അത് പല സ്ഥലങ്ങളിലായി പാടുന്നു. ചിലപ്പോൾ അത് നല്ല ഹിറ്റാവും. അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഭക്തർ ഉപയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ മാറുമെന്നുള്ളൊരു അതിവായനയാകില്ലേ? അങ്ങനെ സംഭവിക്കുമോ? അതിവാനയല്ല. നമ്മളിപ്പോ പാർലമെന്റിന്റെ മുമ്പിലൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞു. ഇതിപ്പം എല്ലാരും കേട്ടു. അവർ വിചാരിക്കുന്നത് എന്താ, പ്ലാക്കാർഡ് പൊക്കി പിടിച്ചിട്ടുണ്ട്. ഈ ഭാഷയൊക്കെ ആർക്കറിയാവുന്ന, ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതിനകത്ത് വളരെ എന്താ പറഞ്ഞാൽ നാട്ടുഭാഷകളിൽ മാത്രം ജീവിക്കുന്ന, വിശ്വാസത്തിന്റെ തീവ്രതയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഇവിടെ വരുന്നത്. നാട്ടുമ്പുറത്തും ഒക്കെ ഉള്ളവരാണ്. അവരെന്താ വിചാരിക്കുന്നത്, അയ്യപ്പ ഭക്തി ഗാനം അവിടെ പാടി. നമ്മളിപ്പോ നേരത്തെ ഈ എന്താ പറഞ്ഞ ഭജന സമരം നടത്തിയ പോലത്തെ രീതിയല്ലേ, അങ്ങനത്തെ ഒരു ഭജന പാടി. അയ്യപ്പന്റെ ഒരു പുതിയ ഭജന, പഴയ ഇനത്തിലുള്ള ഒരു പുതിയ ഭജന, അങ്ങനെ അവർ കേൾക്കുക. ഈ ഭാഷ അറിയാം, അർത്ഥം അറിയാം, ഇവിടുത്തെ വിഷയം അറിയാം. വിഷയം ഈ കാലത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണിത്. അവരകത്ത് പോയി ജയിലിലായി, അതിന്റെ പ്രശ്നം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷെ ഈ പാട്ട് നിലനിൽക്കുവന്നേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ, വിഗ്രഹാരാധനയുടെ ബേസിക് കുറെ കാര്യങ്ങളാണ്. പൂജ, ആരതി, അഭിഷേകം, ഈ പറഞ്ഞ ഇതുപോലത്തെ ഭക്തി ഗാനങ്ങൾ, ഇതൊക്കെ ഇതിനൊരു വേറൊരു സാങ്കത്യമാണെന്ന്. ഇതിനെയൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ എന്താ പറഞ്ഞ വോട്ടിന് വേണ്ടിയോ അതിനു വേണ്ടിയോ ഒന്നും അലക്കേണ്ട കാര്യമല്ലത്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതൊരു പിന്നെ ഈ ബ്രാഹ്മണ സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കേണ്ട പോറ്റി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അത് ഒരുത്തൻ ചെയ്തൊന്നും പറഞ്ഞ് മൊത്തത്തിലാവുമോ? ഇപ്പം വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരും മൊത്തം അങ്ങനെയാണോ? അതിനകത്ത് ഒരു മര്യാദ വേണ്ടേ? ആ ഒരു സമുദായത്തെ അല്ലേ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കി, ആ വാക്കുകളൊന്ന് വായിച്ചേ. പോറ്റിയെ കയറ്റിയെ, സ്വർണം ചെമ്പായെ, എങ്ങനെയാ അതിന്റെ അർത്ഥം വായിക്കുക? ഈ പോറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, സമ്മതിച്ചു. അല്ലെ വാസുദേവൻ പോറ്റിയാണ്, സമ്മതിച്ചു. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയായിരിക്കും വായിക്കുക? അല്ല, ഇത് ഈ കാലത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണോ ശബരിമല സ്വർണ്ണക്കൊള്ള? അതിന്റെ ഗൗരവം അങ്ങ് എല്ലാ ദിവസവും ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഏതൊക്കെ തലത്തിലേക്ക് പോകുമെന്ന് പോലും അറിയാത്ത രൂപത്തിൽ അത് വലിയ ശൃംഖലയുണ്ട് എന്ന് കോടതി തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത് പിന്നെ വിസ്മൃതിയിലേക്ക് പോയി, പിന്നെ ആ പാട്ട് മാത്രം നിലനിൽക്കുന്നതാണ്, ആ പാട്ട് മറ്റു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യമായി മാറും
എന്ന് അങ്ങ് എങ്ങനെയാണ് കരുതുക? തീർച്ചയായിട്ടും ഇന്നും ഒരു വിക്കറ്റ് വീണതാന്നേ. ഇതിനകത്ത് നമ്മുടെ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട്. അപ്പം അതതിന്റെ തുടർച്ചയാണ്. ഈ അറസ്റ്റും കാര്യങ്ങളും മാധ്യമങ്ങളുടെ ഇതിനോടുള്ള ശ്രദ്ധയും ഒക്കെ ഇതിന്റെ കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തീർന്നില്ലേ. ഇതിനകത്ത് പ്രതികൾ ആരും മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി, അല്ല അതിന്റെ മേളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രി, ഇവരെല്ലാരും വന്ന് അതിന്റെ ഒരു അന്വേഷണം വന്നോട്ടെ. ഞാൻ അന്വേഷണത്തിന്റെ ഇതിന്റെ അല്ല പറയുന്നത്. ഇതൊരു പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലേ. നാളെ ഹരിവരാസനം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അവിടുത്തെ ഒരു ഗീതം കിടക്കുന്നില്ലേ, അതും എടുത്തിട്ട് ആരെയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വന്നിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ അകത്തൊരു ഞാൻ പറയുന്നതിന് സാങ്കത്യം ഉണ്ടെങ്കിൽ മാത്രം അത് മനസ്സിലായി. സംവിധാനത്തിൽ ഇത് അറിയാമല്ലോ. നമ്മളിതിനകത്ത് പ്രത്യേക രാഷ്ട്രീയ ലാഭമോ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടല്ല പറയുന്നത്. അതിനകത്ത് ഈ പാർട്ടിയോ ആ പാർട്ടിയോ എന്ന് പറഞ്ഞാൽ അവരും ഇറക്കിയിട്ടുണ്ട് ഇവരും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഈ വക കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വിട്ടിട്ട് മറ്റെന്തെങ്കിലും എത്ര സിനിമ പാട്ടുണ്ട്, എത്ര ഹിറ്റായ മറ്റു ഗാനങ്ങളുണ്ട്, അവിടെ കയറി പിടിച്ചാൽ പോരെ. ഈ വിഷയം തന്നെ പറഞ്ഞോട്ടെ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോറില് മറ്റ് സംസ്ഥാനത്തിലുള്ള ശബരിമലയിലെ 80% ആൾക്കാർ അന്യസംസ്ഥാനക്കാരാണ്, പല ഭാഷയാണ്. അവിടെ മലയാളത്തിന്റെ അർത്ഥവും മലയാളത്തിൽ നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ, നമുക്കറിയാൻ പറ്റും ഇതിനാണ് അർത്ഥം. ഇതൊരു തമിഴ് പാട്ടാണ്, തമിഴിന്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് പറ്റുന്ന അർത്ഥങ്ങൾ, ഈ വാക്കുകളൊക്കെ പിന്നീട് വളരെ ഗുരുതരമായ പിഴവായിട്ട് വായിക്കപ്പെടും. ഇതൊരു ആലോചിക്കും. നമ്മളിപ്പോ ബാംഗ്ലൂരിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ചെല്ലുന്നു, അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഈ പാട്ടിട്ടാണ് അവിടെ പൂജ നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ സ്ഥിതി നമ്മളത് മനസ്സിലാക്കുക? അവർക്കറിയില്ല, അവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല, ഒരു പാട്ടിന്റെ അർത്ഥം അവർക്ക് അറിയത്തില്ല. ശരി, അടുക്കൽ പ്രശാന്ത് പത്മനാഭനിലേക്ക് ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. കാരണം ഇത് നിയമപരമായി എത്രത്തോളം നിലനിൽക്കുന്നതാണ്. ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതി പോലീസ് അന്വേഷണത്തിന് മുന്നോട്ട് പോകാനുള്ള മറുപടി പറയാം. ഈ ഗാനം, ഈ പാരഡി ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണോ? അങ്ങനെ ഒരു പരാതിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞത് കേട്ടല്ലോ. ആ രൂപത്തിലേക്ക് ആ ഗാനം വേറെ രൂപത്തിൽ മറുനാടൻ മലയാളികൾ ഉപയോഗിക്കാനുള്ള സാധ്യത അങ്ങ് എത്രത്തോളം കാണുന്നു? രാഷ്ട്രീയപരമായിട്ട് അധികാര ദുർവിനിയോഗം എന്ന് പറയാം ഒറ്റ വാക്കിൽ. അത് ഭരണത്തിലിരിക്കുന്നവർ അവരെ ആക്ഷേപഹാസ്യത്തിലൂടെ ജനമനസ്സിലേക്ക് പെട്ടെന്ന് എത്തുന്ന രീതിയിൽ ഒരു പാരഡി ഗാനം ഉണ്ടാക്കിയത് സഹിക്കുന്നില്ല. അതുകൊണ്ട് ആരെയോ കൊണ്ട്, നമുക്ക് പേരറിയാൻ മേലാത്ത ആരോ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അത് നിയമത്തിന് നഗ്നമായിട്ടുള്ള ലംഘനമാണ്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടക്കുന്നിടത്ത് ഇപ്പോൾ DGP അന്വേഷിക്കാൻ എന്താണ് ഇതിനകത്തിരിക്കുന്നത്? ഒരു കവിത എഴുതുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കുറ്റപ്പെടുത്തുന്നത്? ഭരണഘടനയിൽ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ദാനമൊന്നുമല്ല. ഭരണഘടന നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടന, അതിലെല്ലാ സിറ്റിസൺസും അനുഭവിക്കുന്ന ഒരു റൈറ്റാണ്, റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, പിന്നെ ഫെയ്ത്ത്, ഇതെല്ലാം ഉണ്ട്. പിന്നെ അതിൽ ഒരു ആ ലിബർട്ടി എക്സസൈസ് ചെയ്യുമ്പം ഇക്വാളിറ്റി ഇൻഫ്രിഞ്ച് ചെയ്യാൻ പാടില്ല. ഇക്വാളിറ്റി എന്ന് പറയുന്നത് സമത്വം. അതായത് അംഗഭംഗം വന്ന ഒരാൾ അല്ലെങ്കിൽ അംഗവൈകല്യം ഉള്ള ഒരാളെ കളിയാക്കിക്കൊണ്ട് ഒരു ആക്ഷേപഹാസ്യം രഹിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ ഈയിടെ ഒരു കേസ് വന്നിരുന്നു. നിങ്ങൾ ഇങ്ങനെ ശാരീരിക വൈകല്യം ഉള്ളവരെ പറ്റി ഇപ്പോൾ നമ്മളത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ എഴുതാൻ പാടില്ല. ബോഡി ഷെയ്മിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അതല്ലാതെ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞതിനോട് ഞാൻ സരസമായിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കാം. കാരണം ബാക്കി രാഷ്ട്രീയം പറയുന്നതിനോട് പെട്ടെന്നൊരു മറുപടി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പാരഡി ഗാനം ഒരു ഭക്തിഗാനത്തിൻ്റെ ഇതാണ്, ഇത് വേറെ ആരെങ്കിലും പാടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് പിന്നെ പോറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. ഒരു കവിതയുടെ അവസാനത്തെ, ഞാൻ മുഴുവൻ അത് കിട്ടുന്നില്ല, അവസാനത്തെ പട്ടരുണ്ണുന്നത് കണ്ടാൽ ഗോഷ്ഠിയല്ല അതൊന്നുമില്ല എന്ന് കേരളത്തിലെ ഒരു മഹാകവി എഴുതിയിട്ടുണ്ട്. അതുപോലെ വേറൊരു കവിത, നായർ വിശന്ന് വിലങ്ങി വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം കേട്ട് കാണും. കുഞ്ചൻ നമ്പ്യാർ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മഹാകവി. അദ്ദേഹം 1700 ജീവിച്ചിരുന്ന അദ്ദേഹം എഴുതിയ കവിതയാണ്. 18-ാം നൂറ്റാണ്ടിലെ മഹാകവിയാണ്. അദ്ദേഹത്തിന് ഇത് എഴുതിയപ്പോൾ ഇതാരും നായരെ അപമാനിച്ചു അല്ലെങ്കിൽ പട്ടരെ അപമാനിച്ചു എന്നുള്ള പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഇതെല്ലാവർക്കും അറിയാം ഈ ആക്ഷേപഹാസ്യം എഴുതിയിരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്നും അവിടെ സംഭവിച്ചത് എന്താണെന്നും. അങ്ങനെ ഒരു കവിത വന്നതുകൊണ്ടൊന്നും ഇവിടെ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവർക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ്. മാത്രമല്ല ഈ പരാതി വന്നിരിക്കുന്നത് ഏതെങ്കിലും ഈ തരത്തിലൊരു സമുദായത്തിന്റെ ഭാഗമായിട്ടല്ല. ഇപ്പോൾ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്നൊരു സമിതിയാണ്, പാത സംരക്ഷണ സമിതിയാണ്. അത് തന്നെ രണ്ടായിരിക്കുന്നു. പരാതി നൽകുന്ന ആൾ നമ്മുടെ ഭാഗമല്ല എന്ന് മറ്റൊരാൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു.
പരാതി കൊടുക്കുന്നവർ മിക്കപ്പോഴും ഒരുപക്ഷെ ഇപ്പോൾ ഭരണത്തിരിക്കുന്നവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം കൊടുത്തത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിന് ഒരു ചുമതലയുണ്ട്. അതിൽ DGP അന്വേഷിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, അത് തടയാനുള്ള മെഷേഴ്സ് എടുക്കുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. ഈ ഭരണമാറ്റം എന്ന് പറയുന്നതും ഇലക്ഷനിലെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ ബോധ്യം അനുസരിച്ച് വിധി എഴുതുന്നതും ഏത് പ്രശ്നങ്ങളൊക്കെയാണ് പ്രധാനമെന്ന് കരുതുന്നതും അതിൽ ആർക്കൊക്കെ എത്രയൊക്കെ പങ്കുണ്ടെന്നുള്ളതും ജനങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട്. അതിൻ്റെ ക്രിമിനാലിറ്റി കോടതിയിലെ കേസുകൾ വന്ന് തെളിയിക്കപ്പെടും. ഇപ്പോൾ ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായിരിക്കുന്നവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നിയമ സംവിധാനത്തിലുണ്ട്. അതിലുപരിയായിട്ട് തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ, രാഷ്ട്രീയ പ്രശ്നത്തിൽ ഈ റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട് ഭരണഘടനയിൽ. ഫ്രീ സ്പീച്ചിന് 8 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് 8-നകത്ത് ഏതെങ്കിലും ഒരെണ്ണീർ വരണം. ഇവിടെ സംസാരിച്ച രാഷ്ട്രീയ പ്രതിനിധികൾ ആരെങ്കിലും അതിൽ ഏതെങ്കിലും ഏത് എക്സെപ്ഷനകത്താണ് ഇത് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്ന അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരണം. ഈവൻ നേരത്തെ ആരാണ് പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി, യേശുക്രിസ്തുവിനെ പറ്റി, മുഹമ്മദ് നബിയെ പറ്റി, രാമനെ പറ്റി ഒന്നും എഴുതാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. എഴുതുന്നത് ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമാണ്. എവിടെയാണ് ഇത് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റും? വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ, അതുകൊണ്ടാണല്ലോ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടനയിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഒരേ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ, ഫ്രറ്റേണിറ്റി, മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇന്ന് വിശ്വസിക്കുന്ന ആളെ അതിൻ്റെ പുറത്ത് വിവേചനം കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹേട്രഡ് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള എഴുത്തുകൾ അല്ലെങ്കിൽ അവതരണങ്ങൾ മാത്രമേ അത് മാത്രമേ നിയമം മൂലം നിരോധിക്കപ്പെടാവൂ. ബാക്കി കാര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരും. അത് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വളരെ വിപുലമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ആ സ്പേസ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ രാമായണം എത്രയോ വെർഷൻസ് വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇപ്പം പുതിയ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസം പിടിമുറുക്കിയിട്ട് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു. ചിലരൊക്കെ ഗൗരി ലങ്കേഷിനെ പോലുള്ളവർ, അല്ലെങ്കിൽ ചേകന്നൂർ മൗലവി, ഫാറൂഖ് ഒക്കെ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? മനുഷ്യ സൗഹാർദ്ദത്തിന് വിരുദ്ധമായിട്ട്, മനുഷ്യനുപരിയല്ല വിശ്വാസങ്ങൾ, ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് വിശ്വാസങ്ങൾ. അപ്പം എനിക്ക് അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് ടിമോത്തി ഗാർട്ടൺ ആഷ് എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിയാണ് ഫ്രീ സ്പീച്ചിൻ്റെ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഐ റെസ്പെക്റ്റ് യു ആസ് എ ബിലീവർ. നിങ്ങളൊരു ബിലീവർ ആയിരിക്കാം, ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ റെസ്പെക്ട് ദ കണ്ടന്റ് ഓഫ് യുവർ ബിലീഫ്. നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളത് ഞാൻ ബഹുമാനിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പല വിശ്വാസങ്ങൾ കാണും. എനിക്ക് ഇപ്പോൾ പല വിശ്വാസങ്ങൾ ഞാനത് എടുത്ത് പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ഓരോന്നും ഇതാണെന്ന് പറയും, മതത്തെ അവഹേളിച്ചു എന്നുള്ള രീതിയിൽ പല പല വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് ആ വിശ്വാസങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്ന് അർത്ഥമില്ല. ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു, നിങ്ങളെ അതിനെ വിശ്വാസിയായിട്ടും അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈ കവിത എഴുതിയ ആളുടെ പേര് വെച്ചിട്ട് അദ്ദേഹം, ഇപ്പം GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് എഴുതിയത്. ഇന്ന് ഞാൻ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ട്, അദ്ദേഹം വേറെ ചില അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കൾച്ചറുണ്ട്. അതും അങ്ങേയറ്റം തെറ്റാണ്. ഈ പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി. ആ പറഞ്ഞതിനകത്ത് 1-2 ലൈനോട് എനിക്ക് യോജിപ്പുമില്ല. കാരണം അതിനകത്ത് ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സുപ്രീം കോടതി വിധിയുടെ പുറത്താണ് ചില സ്ത്രീകൾ അവിടെ പ്രവേശിച്ചത്, അഡ്വക്കേറ്റ് ബിന്ദു അമ്മണിയും കനകദുർഗയും. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ വരികൾക്കകത്ത് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുണ്ട്, ഞാനതൊന്നും എഗ്രി ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, എഴുതാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? 100% സ്വാതന്ത്ര്യമുണ്ട്. എഴുതിയതിനകത്ത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ഒന്നുമില്ല. പോലീസ് കംപ്ലൈന്റ് എന്ന് പറയുന്ന നിയമത്തിന്റെ നഗ്നമായ ദുരുപയോഗമാണ്. ഇത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസേ അല്ല. ഭരണഘടന തന്നിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ശരി, ശ്രീ രാജു എബ്രഹാം, 2018 ഇറങ്ങിയൊരു അഡാർ ലവ് സ്റ്റോറി എന്ന സിനിമയുണ്ടല്ലോ, അഡാർ ലവ്, അതിൽ മാണിക്യമലരായ പൂവി എന്ന ഗാനം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിലെ ഗാനം പ്രവാചകനെ നിന്ദിക്കുന്നതാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും ആരോപിച്ച് ഹൈദരാബാദിലെ ചില മതസംഘടനകളും വ്യക്തികളും പോലീസിൽ പരാതി നൽകിയായിരുന്നു. ഇതേപോലെ അത് പ്രവാചകനാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്ന അയ്യപ്പനെ. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പ്രതിഷേധങ്ങൾ നടന്നു. അങ്ങനെ വിവാദം കത്തി നിൽക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സിനിമയ്ക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഗാനത്തിനെതിരെ ഉയർന്ന വിവാദത്തെ അദ്ദേഹം അസഹിഷ്ണുത എന്നാണ് വിളിച്ചത്. അപ്പോൾ കലയ്ക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ വകവെച്ചു കൊടുക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനം കൂടി അന്ന് നടത്തിയിരുന്നു.
അപ്പോൾ 2018 നിന്നും 2025 വരുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ മാറുന്നു എന്നാണോ പൊതുജനം മനസ്സിലാക്കേണ്ടത്? സ്മൃതി, എനിക്ക് ഒരു സെക്കൻഡ് തരണം. ഞാൻ എം ലിജു അവസാനം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പരാമർശിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഞാൻ ആദ്യം തന്നെ ഉന്നയിച്ചൊരു പ്രശ്നമാണ്. അത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് സംഘടനാ നേതാക്കന്മാർ പകുതിയിൽ 3/4 ആളുകളും ഇപ്പം ജയിലിൽ ഉള്ളിലാണ്. നമ്മൾ അതേപ്പറ്റി ഇവിടെ പരാമർശിക്കണം. അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ കൊള്ള തുടങ്ങിയ കാലഘട്ടത്തിൽ ആദ്യം കിട്ടിയ സ്വർണം കൊണ്ടുപോയി കൊടുത്തത് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടാൻ വേണ്ടിയാണ്. ഇത് അങ്ങ് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം കട്ടതിൽ നിന്ന് എടുത്ത സ്വർണം എടുത്ത് ആദ്യത്തെ ഒരു ഭാഗം എടുത്ത് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു എന്ന് പറയുന്നത്? അത് വലിയൊരു ആരോപണമാണ്, ബ്രേക്കിംഗ് വാർത്തയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ മുമ്പിൽ ഒരു സ്വർണ്ണ കള്ളനാണ്. അത് സ്മൃതി സമ്മതിക്കാമല്ലോ. പക്ഷെ കൊള്ള നടത്തിയ കാലം കൃത്യമായി നമുക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇല്ല, അതെല്ലാം SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. SIT അന്വേഷിച്ചതിലും കോടതിക്ക് മുന്നേ വന്ന തെളിവുകളും ഏത് കാലഘട്ടത്തെയാണ്? ഞങ്ങളുടെ ആളുകളുടെ നമ്മൾ അത്ര പുരാണത്തിലേക്കൊന്നും പോണോ? നമ്മുടെ മുമ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊള്ള നടത്തിയ പ്രധാനപ്പെട്ട ഹീറോയാണ്, അല്ലേ? വില്ലനാണ്, അല്ലെങ്കിൽ ഹീറോയാണ്, അല്ലെങ്കിൽ നായകനാണ്. ആ നായകൻ ആദ്യം പുറത്തു വന്ന ചിത്രം അനുസരിച്ച്, അതാണ് തെളിവ്, പുറത്തു വന്ന ചിത്രം അനുസരിച്ച് അത് വേണമെന്നുണ്ടെങ്കിൽ നായകൻ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, കൊള്ളയുടെ നായകൻ. എന്താ സംശയം? എന്താ ഒരു സംശയവും വേണ്ട. ചിത്രങ്ങളുടെ ഓർഡറാണ് ചോദിച്ചത്. ആദ്യം സോണിയാഗാന്ധിയിൽ നിന്ന് തുടങ്ങി പിന്നെയാണ് അങ്ങോട്ട് താഴേക്ക്. പിന്നെ നമ്മൾ ഇത് പറയുമ്പം അതുകൂടി പരാമർശിച്ച് പോകുന്നത് നമ്മുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നല്ലതാണ്. പറഞ്ഞ കാര്യത്തിൽ ഞാൻ 100% കൂടിയാലോചന നടത്തുന്ന ചിത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ മറ്റേതുകൂടെ ഒന്ന് പരാമർശിച്ച് പോണം. അല്ല, അങ്ങ് പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണെന്നേ. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പടം കണ്ടു എന്നല്ല അങ്ങ് പറഞ്ഞത്. സ്വർണ്ണക്കൊള്ളയുടെ ഒരു ഭാഗം എടുത്തൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയ സോണിയാഗാന്ധിക്കാണ് ആദ്യം ഒരു ആഭരണം അണിയിച്ചു കൊടുത്തതെന്നാണ് അങ്ങ് പറഞ്ഞത്. അത് കുറച്ചുകൂടി ഗുരുതരമായ വിഷയമല്ലേ? കൂടെ കണ്ടു, പടം എടുത്തു എന്നല്ല. അതാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന പടമാണ്. അപ്പൊ അതിന്റെ അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട 2 പാർലമെന്റ് മെമ്പർമാർ നിൽപ്പുണ്ട്, ഇതല്ലേ ചിത്രം? ആ ചിത്രം കാണുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പൊ അതുകൂടി പരാമർശിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അല്ല വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൂടി SIT അന്വേഷിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് ഹൈക്കോടതി പറഞ്ഞത്, ഉന്നതന്മാരിലേക്ക് അന്വേഷണം. പക്ഷെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ N. വാസു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണം പൊറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ്, പൊറിഞ്ഞതിന് തെളിവില്ല എന്നാണ്. അപ്പൊ പിന്നെ എവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് പ്രശ്നം? കേസില്ലല്ലോ. വാസുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ ഇപ്പോ. അയാൾ ഗോതമ്പുണ്ട തിന്ന് ജയിലിൽ കിടക്കട്ടെ, ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? അവരും ജയിലിൽ കിടക്കട്ടെ, ഞങ്ങൾക്ക് ശക്തമായ നടപടിയാണ്. പത്മകുമാറാണെങ്കിലും വാസു ആണെങ്കിലും അപ്പുറത്തുള്ള കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് ഭാരവാഹികളാണെങ്കിലും ജയിലിൽ കിടക്കുന്നവരെല്ലാം ഗോതമ്പുണ്ടയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസിന്റെ ഭാരവാഹി ഏതാണ്? കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ബിജു? അകത്ത് കിടക്കുന്ന ബൈജു കോൺഗ്രസിന്റെ സംഘടനാ ഭാരവാഹിയല്ല. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോയി കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. സ്മൃതി, ഒരു നിമിഷം. എന്റെ രാജു അബ്രഹാമേ, നിങ്ങൾ ഒരു CPM ജില്ലാ സെക്രട്ടറിയായി പ്രത്യേകിച്ച് ശബരിമലയിലെ കാര്യം ഒരു അടിസ്ഥാന വിവരമെങ്കിലും അറിയണ്ടേ? കോൺഗ്രസിന്റെ ദേവസ്വം എംപ്ലോയീസിന്റെ സംസ്ഥാന പ്രസിഡന്റ് B. ബൈജു എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരൻ, ആലപ്പുഴ INTUC ജില്ലാ പ്രസിഡന്റാ. അതല്ല KS ബൈജു, അത് നിങ്ങളുടെ ബൈജു, മനസ്സിലായോ?
KS ബൈജു എന്ന് പറയുന്ന CPM അനുകൂല സംഘടനയുടെ ഭാരവാഹി, മുരാരി ബാബു CPM അനുകൂല. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഈ കള്ളം പറയല്ല. ഒരു നിമിഷം പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. എല്ലാ മാധ്യമങ്ങളിലും നിങ്ങൾ അങ്ങൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുകയാണ്. സ്മൃതി, പറയട്ടെ. ഈ വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞ് അല്ല ലിജു, എന്റെ സമയമാണ്, അത് കഴിഞ്ഞ് പറഞ്ഞു. ശ്രീ രാജു അബ്രഹാം അംഗീകരിക്ക് തന്നെ വരും. ലിജു അത് പൂർത്തിയാക്കട്ടെ. അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി ശ്രീ രാജു അബ്രഹാം. ശരി, കഴിഞ്ഞല്ലോ. എനിക്ക് പറയാമല്ലോ. സംഘടനയുടെ പ്രസിഡന്റ് ബൈജു ആണ്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞ് ഡിഫമേഷൻ കേസിൽ പ്രതിയാകരുത്. അവരുകൊണ്ട് കേസ് കൊടുക്കും. വീട്ടിൽ സമാധാനപരമായി റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന നുണകളൊക്കെ പറഞ്ഞാൽ പ്രതിയാവും. വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഇതിൽ ക്ലാരിറ്റി വരുത്തിയത്. ശ്രീ രാജു അബ്രഹാം, അങ്ങേക്ക് പറയാം, അങ്ങ് മാണിക്യമലരായ പൂവിൽ നിന്നും വിട്ടുപോകരുത്. അതുകൂടി പറഞ്ഞിട്ടേ അവസാനിപ്പിക്കാം. അല്ല, അത് ഞാൻ പറയാം. ഇതിന്റെ മറുപടിയുടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. നമ്മുടെ മാധ്യമങ്ങളിൽ, പല മാധ്യമങ്ങളിലും ഇവർ ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസിന്റെ ഭാരവാഹികളാണെന്ന് പലവട്ടം വന്നിട്ടുണ്ട്. ഒരാൾ നിഷേധിച്ചിട്ടില്ല. CPM ചർച്ചകളിൽ ആവർത്തിച്ചു പറയുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് ആധികാരികമായി ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത് കേട്ടോ. തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയല്ലോ. കേരള സമൂഹത്തിന് അറിയാവുന്ന കാര്യമല്ല. കഴിഞ്ഞ 1-2 മാസക്കാലം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, 1-2 മാസക്കാലമായി എല്ലാ മാധ്യമങ്ങളിലും ഇവര് ഏതൊക്കെ ഭാരവാഹികളാണ് ദേവസ്വം എംപ്ലോയി കോൺഗ്രസിന്റേത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്ന? എന്തിനാ? ജയശ്രീ ഭാരവാഹിയല്ലേ? ഇപ്പോ മുൻകൂർ ജാമ്യം നിഷേധിച്ച ജയശ്രീ. എന്താണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? എന്താ? മുരാരി ബാബു ഏത് സംഘടനയുടെ ആളാണ്? പറയാം. സ്മൃതി, അപ്പൊ ആ കേസ് വിട്ടു. തെറ്റ്. ലിജു, ഞാൻ വെല്ലുവിളിക്കുന്നു ലിജുവിനെ. ഞാൻ പരസ്യമായി മാപ്പ് പറയാം. തന്റെ ഇടമുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയും വെല്ലുവിളി ഒന്ന് പറയൂ. ആർക്കെതിരെയാണ് ആരോപണം അങ്ങ് പറയുന്നത്? ആർക്കാണ്? പാർട്ടിയുടെ ഭാഗമാണെന്ന് അങ്ങ് ഏത് പേരാണ് പറയുന്നത്? അത് പറയൂ. ഞാൻ അങ്ങ് വെല്ലുവിളി ഏറ്റെടുക്കും. നിങ്ങൾ പേര് പറഞ്ഞു. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പേര് പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ബൈജു എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ലിജു പറഞ്ഞോളൂ. ലിജു പറയൂ. അതായത് ഞാൻ വെല്ലുവിളി അങ്ങോട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൂടെ അങ്ങ് വെല്ലുവിളിക്കുകയാണ്. അങ്ങ് ആദ്യം പറഞ്ഞു ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ബൈജു ആണ് ജയിലിൽ കിടക്കുന്നത്. തെറ്റാണ്. KS ബൈജു നിങ്ങളുടെ യൂണിയൻ അംഗമാണ്. 2, മുരാരി ബാബു എന്ന് പറയുന്ന ആള് നിങ്ങളുടെ CPM ദേവസ്വം ബോർഡ് യൂണിയന്റെ അംഗമാണ്. കോൺഗ്രസ് ദേവസ്വം ബോർഡ് യൂണിയന്റെ അംഗമല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങ് പറഞ്ഞു അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ 2 പോയിന്റ് അങ്ങ് എഴുതി വെച്ചോ, എന്നിട്ട് അങ്ങ് പ്രൂവ് ചെയ്തോ. ഞാൻ അതിനാവശ്യമായ തെളിവുകൾ മുരാരി ബാബു നിങ്ങളുടെ യൂണിയന്റെ അംഗമാണെന്ന് ഉൾപ്പെടെ ജയശ്രീ എന്ന് പറയുന്ന ഒരു ഭാരവാഹി ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസ് ഇല്ല. ദേവസ്വം കോൺഗ്രസിന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹിയോട് അങ്ങനെ ഒരു ഭാരവാഹി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരവാഹി ഇല്ല. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഞാൻ മാപ്പ്, അത് തെറ്റാണെങ്കിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ചർച്ച ചെയ്ത ആദ്യം പറഞ്ഞ് ബൈജു മുതൽ തുടങ്ങണം. 3 പേരെ പറ്റി നമുക്ക് എത്ര ഡിഫമേറ്ററി ചർച്ച നടത്താം. സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. ദേവസ്വം എംപ്ലോയീസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ബൈജുവിനെ കുറിച്ചാണ്, ജയിലിൽ കിടക്കുന്ന ഒരു ബൈജുവിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. എന്തിനാ ലിജു ഇത്ര വേവലാതി സംസാരിക്കാം? അങ്ങ് പറഞ്ഞു. ഞാൻ ലിജു എന്തിനാ? നമ്മൾ കഴിഞ്ഞല്ലോ, നമ്മുടെ അധ്യായം ക്ലോസ് ചെയ്തു. എനിക്ക് എന്ത് ബേജാറ്? ശരി, ഇനി ശ്രീരാജു അബ്രഹാമിന്റെ സമയമാണ്. ശ്രീരാജു അബ്രഹാം അങ്ങ് പറയുന്നത് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ലിജുവിന് എന്താ അഭിപ്രായം?
ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നു എന്തൊക്കെയാണ്? 2 MP മാരുടെ സാന്നിധ്യത്തിൽ. എന്താ ലിജുവിന്റെ അഭിപ്രായം? ഏത് ബ്രേസ്ലെറ്റ്? ചുമ്മാ വെറുതെ ഇതൊക്കെ പറഞ്ഞാൽ മതിയോ ശ്രീ രാജു അബ്രഹാം? ഏത് സോണിയ, ഏത് ബ്രേസ്ലെറ്റ്, ഏത് MP മാർ? സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് കാലഘട്ടത്തിൽ റിപ്പോർട്ടറിലുണ്ടെങ്കിൽ ആ പടം ഒന്ന് കാണീര്. പല പടങ്ങളും ഉണ്ടല്ലോ, പല പടങ്ങളും ഉണ്ടല്ലോ. അല്ല, പല പടങ്ങളും ഉണ്ടല്ലോ ശ്രീ രാജു ഞാൻ എബ്രഹാം. കാണിച്ചു തരണോ? ഞാൻ കാണിക്കാം. ഒരു പരിപാടി, ഞാൻ കാണിച്ചു തരണോ? ഒരു പരിപാടിയിൽ വന്ന് പരിപാടിയിൽ വന്ന് പൂ കൊടുക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുകയോ ചെയ്യുന്ന അത് ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കലാണ് എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കൊപ്പം ഈ പറയുന്ന പോറ്റിയുടെ ചിത്രങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അല്ല, ആ ചിത്രമൊക്കെ വന്നാണ്. അങ്ങനെ ആ ചിത്രം തപ്പണ്ട, ആ ചിത്രമൊക്കെ വന്നു കഴിഞ്ഞതാണ്. അങ്ങ് ദയവ് ചെയ്ത് മാണിക്യമലരായ പൂവി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവരാണ്. ഇവിടെ ചർച്ച ചെയ്ത കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യാതൊരു വിയോജിപ്പും ആ കാര്യത്തിൽ മാത്രമില്ല, മറ്റു പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? വിവിധ ഹൈന്ദവ സംഘടനകൾ, ഞങ്ങളല്ല പരാതി കൊടുത്തിരിക്കുന്നത്, CPM അല്ല. ഇവിടെ തെറ്റിദ്ധരിച്ച് ചില അഭിപ്രായങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല. ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത് ചില ഹൈന്ദവ സംഘടനകളാണ്. ആ സംഘടനകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം അയ്യപ്പനെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഗാനത്തിൽ ഉപയോഗിച്ചു. അത് തെറ്റാണ്. ഞാനാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ചാലും മുഹമ്മദ് നബിയെ ഉപയോഗിച്ചാലും അയ്യപ്പനെ ഉപയോഗിച്ചാലും അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി നിയമത്തിലൂടെ അനുശാസിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അവർ വിജയികളല്ലാതായി മാറിയിട്ടുണ്ട്. 6 വർഷം അവര് അയോഗ്യരായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും മറ്റൊരു വിവാദത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പം കോടാനുകോടി ആളുകൾ വളരെ ഭക്തിയോടെ, ഞാൻ 25 വർഷം ശബരിമലയുടെ MLA ആയിരുന്നു. അവിടെ വരുന്ന ആളുകളുടെ വികാരപരമായി അവരുടെ ഭക്തി നേരിട്ട് കണ്ട് അനേക സന്ദർഭങ്ങളിൽ ഞാൻ പത്രലേഖകനായിരുന്നപ്പോൾ 10 വർഷത്തോളം ഞാൻ ശബരിമല റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പം അവിടെ വരുന്ന ആ ഭക്തിയും ആ വികാരവും തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് സ്വർണ്ണക്കൊള്ളയിലാണോ അതോ പാരഡി ഗാനത്തിലാണോ? അങ്ങ് അതിന്റെ ഒരു തീവ്രത അളക്കാമോ? എല്ലാത്തിലും തീവ്രതയാണല്ലോ അളക്കുന്നത്. അതെ, സ്വർണ്ണക്കൊള്ള അകത്താണല്ലോ മുഴുവൻ ആളുകളും. ഇനി അകത്ത് പോകാൻ പക്ഷേ കൊള്ള നടത്തിയിട്ടും പാർട്ടിക്കകത്തുള്ളവരെ നമ്മള് സ്മൃതി അങ്ങനെ പറയരുത്. കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഒരു ചിത്രം കാർട്ടൂൺ വന്നപ്പോൾ ലോകത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മതത്തെ ഉപയോഗിക്കരുത്. മതസംഘടനകൾ തന്നെയാണ് കേട്ടോ, മുസ്ലിം മതസംഘടനകളാണ് പരാതി കൊടുത്തത്. അതിൽ കേസ് എടുക്കുകയും ചെയ്തിരുന്നു പോലീസ്. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ട എന്നാണോ? അപ്പൊ പെട്ടെന്ന് വ്രണപ്പെടും, അതിനു മുമ്പ് വ്രണപ്പെടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രത്യേക കാലഘട്ടമുണ്ടോ വ്രണപ്പെടുന്നതിന്? അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അല്ല, ചട്ടലംഘനം ഇപ്പൊ പറയുന്നത് കാലഘട്ടത്തിൽ മതത്തെ ഉപയോഗിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. മതത്തെ ഉപയോഗിക്കുന്നു എന്നാണോ പറയുന്നത്? ചട്ടലംഘനമാണ് സ്മൃതി. ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള കൊള്ള, വലിയൊരു കൊള്ള ഒരു പ്രത്യേക ഭരണകാലത്ത് നടന്നു എങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടിക്കൂടാ എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും മിണ്ടണം, പറയണം, സംസാരിക്കണം, ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടെ സ്വാമി അയ്യപ്പനെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും. അതാണ് പ്രശ്നം. ഞങ്ങളല്ലല്ലോ പരാതി ഉന്നയിച്ചേ. അനേക വർഷക്കാലമായി പരാതി അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്ന DGPക്ക് പരാതി പോകേണ്ട ഒരു വലിയ കേസാണോ? പരാതി സാധാരണകൾ വരുമായിരിക്കും. ഈ പറയത്തിൽ വ്രണപ്പെട്ട ആരെങ്കിലും ഒക്കെ പരാതി കൊടുക്കട്ടെ. പക്ഷെ അങ്ങ് അതിൽ ഒരു കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അങ്ങ് ചർച്ചയിൽ തന്നെ ഇതിൽ പ്രതികരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചത്. അങ്ങ് പറഞ്ഞത് ശക്തമായ നടപടി എടുക്കണമെന്നാണ്, കടുത്ത നടപടി വേണമെന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ പാർട്ടിയുടെ നിലപാടല്ലേ അത്?
ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. അല്ല, ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന പോയിന്റ് മാത്രമേ ഞാനിവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. കാരണം ഇത് ഒരു കാരണവശാലും അത് ഏത് മതത്തിന്റെ ആണെങ്കിലും ഒരു മതത്തെയും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. ദൈവത്തെ രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്നത് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ മതങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ UDF-നാണ് മേൽക്കൈ. 2020 ഫലത്തിൽ നഗരസഭയിൽ 4 ഇടത്തുണ്ടാകുമ്പോൾ 2025 വരുമ്പോൾ LDF 1 ചുരുങ്ങുന്നു. പന്തളം നഗരസഭ NDA-യിൽ നിന്നും തിരിച്ചു പിടിച്ചത് LDF ആണ്. ആ ഒരു നേട്ടം അവിടെ നിൽക്കുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്തും LDF-ന് ഭൂരിപക്ഷമില്ല. ഗ്രാമപഞ്ചായത്തിലും UDF-നാണ് മേൽക്കൈ. ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട്, നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പെരുന്നാട് പഞ്ചായത്തിൽ എന്താണ് നടന്നത്? LDF-ന് ഭരണ തുടർച്ച വരുന്നത് എങ്ങനെയാണ്? ശബരിമല ഉൾപ്പെടുന്ന വാർഡിലും വിജയിക്കുന്നുണ്ട്. അത് വിജയിച്ചത് എങ്ങനെയാണ്? ടോസിലൂടെയാണ്. BJP സ്ഥാനാർത്ഥിക്ക് 232 വോട്ട് ലഭിക്കുന്നു, 268 വോട്ട് LDF-നും UDF-നും. അങ്ങനെ ടോസിലൂടെ ജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പെരുന്നാട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നതിൽ എത്രത്തോളം നിങ്ങൾ ഊന്നിയിട്ടുണ്ട് എന്നൊരു വിഷയമുണ്ട്. നിങ്ങൾ പൂർണ്ണമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണോ തിരിഞ്ഞത്? കാരണം തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം, വലിയ വിജയത്തിന് ശേഷവും നേതാക്കളുടെ ആദ്യ പ്രതികരണം ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അത് മാത്രമാണോ പ്രതിഫലിച്ചത്? അങ്ങനെയെങ്കിൽ നല്ല ഭരണവും ഈ വിഷയം മാത്രമാണ് തിരിച്ചടി എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. ഈ പാർലമെന്റിന് പുറത്ത് പോലും ഈ പാട്ട് പിന്നീട് പാടുന്ന രൂപത്തിലേക്ക് അത് നിങ്ങൾ കൊണ്ടുപോയതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലുമല്ല. ശബരിമല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ശബരിമല പ്രതിഫലിച്ചിട്ടുണ്ട്, സത്യമാണ്. കാരണം കോടിക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ഒരു ആരാധനാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ വസ്തുക്കൾ 2 CPM നേതാക്കന്മാർ പത്മകുമാറും വാസുവിന്റെയും മുൻകൈയെടുത്ത് മോഷ്ടിച്ചതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവുകയും അവരെ സംരക്ഷിക്കാൻ CPM ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഓരോ ദിവസവും ഇതിന്റെ ഡെവലപ്മെന്റ്സ് വാർത്തകളായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് സ്വാഭാവികമായി തന്നെ ജനങ്ങളെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇപ്പൊ എല്ലാ തരത്തിലുള്ള സർവീസ് ചാർജുകളും, ഭൂനികുതി വർദ്ധിപ്പിക്കുന്നു, കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ പിൻവാതിൽ നിയമനങ്ങൾ, ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ നിൽക്കുമ്പോൾ വൻതോതിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു, നാട്ടിലാകമാനം വ്യാപിക്കുന്ന ലഹരി, മയക്കുമരുന്ന് വ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, കൊലപാതകങ്ങളുടെ വാർത്തകൾ. അപ്പോൾ ഒരു പൊതുവായ ഭരണവിരുദ്ധ വികാരം ഈ ഗവൺമെന്റിനെതിരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായിട്ടും സംസ്ഥാന സർക്കാർ വെച്ച് പുലർത്തുന്ന അവിശുദ്ധ ബന്ധം, അതും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അതും ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ വിവിധ പ്രശ്നങ്ങളാണ് വിവിധ തലങ്ങളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അല്ലാതെ ശബരിമല മാത്രമല്ല. ഇപ്പൊ തന്നെ ശ്രീ രാജു അബ്രഹാം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ശബരിമല മാത്രമല്ല, ശബരിമലയിലെ പല സ്ഥലങ്ങളിലും അവർ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് ശബരിമല ഒരു പ്രധാന വിഷയമായിരിക്കുമ്പോൾ തന്നെ നിരവധി ഘടകങ്ങൾ ചേർന്നാണ് CPM-ന്റെ തോൽവി ഉറപ്പുവരുത്തിയത്. അതുകൊണ്ട് ശബരിമല മാത്രമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഒരു പ്രധാന വിഷയമായിരുന്നതാണ് സത്യം. ഇപ്പോൾ KPCC-യിലെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് വിഷ്ണുനാഥ് ഒരു പാട്ട് പാടി ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഗാനം എന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് ഇത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞെന്ന് അർത്ഥമുണ്ടോ? ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വിഷയം സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ചർച്ചയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം, അതായത് ഇത് ഈ പറഞ്ഞ പാട്ടിൽ എവിടെയെങ്കിലും കള്ളമുണ്ടോ? അയ്യപ്പന്റെ സ്വർണം, ധർമ്മശാസ്താവിന്റെ സ്വർണം നഷ്ടപ്പെട്ടു. അതിൽ പ്രോസിക്യൂഷൻ കേസ് പ്രകാരം തന്നെ മുഖ്യ പ്രതികളായിരിക്കുന്ന ആളുകൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. അവര് സഖാക്കളാണ്. പത്മകുമാറും വാസുവും കേരളത്തിലെ CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കളാണ്. അവര് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി എഴുതി. സത്യമല്ലേ? പ്രോസിക്യൂഷൻ കേസ് അങ്ങനല്ലേ? സ്വർണ്ണപ്പാളികൾ എന്ന് എഴുതിയത് വെട്ടി പച്ചമിഷി എഴുതിയത് പത്മകുമാറാണെന്നാണ് കേസ്, പ്രോസിക്യൂഷൻ കേസ്. വാസു ഇന്നും പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശിയതിന് തെളിവുണ്ടോന്നാണ്. അപ്പോ ഈ പാരഡി അല്ലെങ്കിൽ അത്തരമൊരു ഗാനം സമ്പൂർണമായും ശരിയായിരുന്നു. പിന്നെ CPM-നെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ പാരഡി ഗാനങ്ങളെ ഭയക്കുന്നത് ശരിയല്ല. ഇപ്പൊ മാണിക്യ പഴയ ആ പാട്ട്, അതിനെ സംബന്ധിക്കുന്ന പിന്നെ ശ്രീ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സ്മൃതി പറഞ്ഞു. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന ശ്രീ പിണറായി വിജയന് ഇതെങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാകും?
അപ്പോൾ അതുകൊണ്ട് ഇവരയഥാർത്ഥത്തിൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മവിമർശനത്തോടെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മനസ്സിലാക്കി അതിൽ തിരുത്തലുകൾ വരുന്നതിന്റെ പകരം ഒരു പാരടിപ്പാട്ട് കാരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നും അത് വലിയ ഗുരുതരമായ ചട്ടലംഘനമാണെന്നും ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് CPM-ന്റെ നിലവിൽ ആഭ്യന്തര വിമർശനത്തിനുള്ള ശേഷി അവരുടെ പാർട്ടിയുടെ നേതാക്കൾക്കും അണികളും ഇല്ലാത്തതുകൊണ്ടും സത്യം പുറത്തു പറയാൻ അവർക്കുള്ള മടിയുമാണ് ഈ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ബഹുമാന്യ ശ്രീ രാജു എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ കുറച്ചുകൂടി വസ്തുതകൾ കുറച്ചുകൂടി ആഴത്തിൽ എന്നാൽ തെറ്റായ കഥകൾ പറയരുത്, വസ്തുതകൾ വെച്ച് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പ്രത്യേകിച്ച് വെറുതെ ഒരു ഉന്നതമായ സ്ഥാനങ്ങളിരിക്കുന്ന ആളുകളെയൊക്കെ അപമാനിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൈജു എന്ന് പറയുന്ന ബൈജു നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനും ഭരണിക്കാവ് സ്വദേശിയും മുൻ ദേവസ്വം ബോർഡ് തിരുവാഭരണം കമ്മീഷണറും റിട്ടയർ ചെയ്തൊരു കേസുമില്ലാതെ നാട്ടിൽ സമാധാനപരമായി ജീവിക്കുന്ന ആളാണ്. INTUC ജില്ലാ പ്രസിഡന്റാണ്. ജയിലിൽ കിടക്കുന്ന ഒരു KS ബൈജു ആ ബൈജു ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ്. ഇതൊക്കെ ഒരുതരം ഗീബൽസ്യൻ തന്ത്രമാണ്. അങ്ങേപ്പോ ഒരാൾ അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണമായിരുന്നു സംസാരിക്കാനുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന സഖാക്കൾ സ്വർണം കട്ടതിന്റെ പേരിൽ കിടക്കുന്നത് സഖാക്കളാണ്. അത് ഇനി ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്കുമെല്ലാം തലയ്ക്ക് മുകളിലുള്ള 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സഖാക്കളാണ്. അവർക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കേരള സമൂഹം ഏറ്റവും ഗൗരവതരമായി കണ്ട നിങ്ങളുടെ ഭാഗത്തുള്ളൊരു കുറ്റകൃത്യം. ഇപ്പോൾ ആവർത്തിച്ച് CPM പ്രതിനിധിയായും ശ്രീ രാജു എബ്രഹാമായാലും പറയുന്ന ഒരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് എന്ന രൂപത്തിലാണ്, അതിന്റെ ഗൗരവം വേറെ രൂപത്തിലാണ് അത് കൊണ്ടുപോകുന്നത്. അത് ആ നിലയ്ക്ക് നിൽക്കാനുള്ള എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് അങ്ങേക്ക് പറയാനാകുമോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന പരാതി, അതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ യാതൊരു ലംഘനവുമില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൽ സെക്ഷൻ 123(3) പറയുന്നത് ഒരു കാൻഡിഡേറ്റ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ റിലീജിയൻ പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ജനപ്രാതിനിധ്യ നിയമത്തിന് ഒരു കറപ്റ്റ് പ്രാക്ടീസാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ചാലഞ്ച് ചെയ്യാനുള്ളൊരു ഗ്രൗണ്ടാണ്. സുപ്രീം കോടതി അഭിരാം സിംഗ് വേഴ്സസ് CD കൊമ്മച്ചൻ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ മതം പറഞ്ഞാലും മതം ജാതിയൊക്കെ പറഞ്ഞാലും അത് പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെങ്കിലും അത് ഈ കറപ്റ്റ് പ്രാക്ടീസ് ആകും. അതിനുപരി ഒരു ആരാധനാലയത്തിലെ നടത്തിപ്പിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കാൻ ഒരു പാരഡി ഗാനം എഴുതുന്നത് ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന കറപ്റ്റ് പ്രാക്ടീസ് അല്ല. ഒന്നുകിൽ പറഞ്ഞയാൾ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന് കൂട്ടാം. ഇനി ആരാണ് കംപ്ലൈൻറ്റ് ചെയ്തത്? വേറെ ആരോ ആണ്, ഞങ്ങളല്ല എന്ന് പറഞ്ഞു. DGPക്ക് അത് റൈറ്റ് ഓഫ് ചെയ്യാമല്ലോ. ഫ്രിവലസ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ എഴുതിത്തള്ളണം. ഇങ്ങനെയുള്ള കേസ് DGP നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ കള്ളക്കേസുകൾ വരുമ്പോൾ, അർത്ഥമില്ലാത്ത കേസുകൾ വരുമ്പോൾ എഴുതിത്തള്ളാനുള്ള അധികാരമുണ്ട്. അതിൽ എന്ത് എൻക്വയറിയാണ് ഓർഡർ ചെയ്യുന്നത്? ഇവിടുത്തെ പൗരാവകാശം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ദാനമേ അല്ല. ഇവിടെ പ്രതിനിധികൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞങ്ങൾ സംരക്ഷിക്കും, കോൺഗ്രസ് സംരക്ഷിക്കും, കമ്മ്യൂണിസ്റ്റ്. ഇത് സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല, ഇടപെടാതിരുന്നാൽ മതി. ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്, അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഭരണഘടനയിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന മന്ത്രിമാരൊക്കെ അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കേസ് ക്വാഷ് ചെയ്ത് വരും. അതാണ് അതിൻ്റെ നിയമത്തിലുള്ള ഇത് കേസ് നിലനിൽക്കുന്നതല്ല. ശരി, മഹേഷ് പണിക്കർ, ഇന്നുകൂടി ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന് അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മുന്നോട്ട് പോക്കിന് എങ്ങനെയാണ് കാണുന്നത്? രമേശ് ചെന്നിത്തല നൽകിയ SITക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായിയും അയാൾക്ക് കിട്ടിയ ചില വിവരങ്ങൾ SITക്ക് കൈമാറിയിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് തലത്തിലേക്ക് മാറുമെന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അദ്ദേഹം കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആന്റിക്കായിട്ട് കച്ചവടം നടന്നിരിക്കുന്നത് അവിടുത്തെ വാജിവാഹനം, കൊടിമരം, അഷ്ടദിക്പാലകര്, യോഗദണ്ഡ്, മണി, കമ്പവിളക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ആന്റിക് വാല്യൂ ഉള്ളത്. ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന സംഭവം 1998 27 വർഷം മുമ്പ് വിജയ് മല്യ ചെയ്ത ഈ മാർച്ച് 2019 ഈ പറഞ്ഞ മാർച്ച് മാസം 11-ാം തീയതി മുതൽ തുടങ്ങി സെപ്റ്റംബർ വരെ വെച്ച 3 പ്രാവശ്യമായിട്ട് ഇവർ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അത് അതിന്റെ വിശ്വാസ കൊള്ളയാണ്, മറ്റേത് ആന്റി കൊള്ളയാണ്. അപ്പം ഇത് മേലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു അറസ്റ്റ് കൂടെ ഉണ്ട്. ഇനിയിപ്പോ ബാക്കി അറസ്റ്റുകളൊക്കെ ഉടനെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അതിന്റെ രീതിയിൽ തന്നെ പോകും. നല്ല രീതിയിലാണ് അന്വേഷണം പോകുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വാസുവൊക്കെ വിലങ്ങ് വെച്ച് കോടതിയിലോട്ട് വന്നത്. ഇപ്പൊ ഭരണത്തിന്റെ ഒരു തണലൊക്കെ ഉണ്ട്, ഒരിക്കലും വിലങ്ങ് വെച്ചൊന്നും ആരും അങ്ങനെ വരത്തില്ല.
അപ്പം അതൊക്കെ എന്താ പറഞ്ഞ വളരെ സുതാര്യമായ രീതിയിൽ അയ്യപ്പന്റെ ധർമ്മശാസ്ത്രാവിന്റെ ആ കോടതിയുടെ ഇത് തന്നെ ഉണ്ട്. പിന്നെ എങ്ങനെയാണോ ഭരണഘടന ദേശീയഗാനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്, ദേശീയഗാനം എങ്ങനെയാണോ ഭരണഘടനയായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഈ ഹരിവരാസനം, ഈ പള്ളിക്കെട്ട് തുടങ്ങിയ ഗാനങ്ങൾ. അപ്പൊ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പോകാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതി പാരഡി ഉണ്ടാക്കാം, ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശരി. അതൊന്നും അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതല്ല. ശരി, അതാണ് അങ്ങയുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം, ശ്രീ എം ലിജു, ശ്രീ മഹേഷ് പണിക്കർ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.